ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഡിയേഴ്സ്. എന്താ വിശേഷമൊക്കെ? സുഖം തന്നെ വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ക്രിസ്മസ് എക്സാം വളരെ അടുത്തായി. ഇനിയിപ്പോൾ ആകെ ഒരു മാസം എന്തോളം നമ്മൾ എക്സാമിന്. അപ്പം എല്ലാവരും നല്ല പഠനത്തിലും ഒക്കെ ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നത് നമ്മുടെ 11th സ്റ്റാൻഡേർഡിലെ പൊളിറ്റിക്കൽ സയൻസിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ബുക്കിലുള്ള ഒരു ചാപ്റ്റർ 5. നമ്മൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് ക്രിസ്മസ് എക്സാമിന്. ചാപ്റ്റർ 5 ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ആ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസ്കസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചെറിയ രീതിയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതായ ഒരുപാട്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്താൽ അറിയാൻ പറ്റും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്താൽ ഒരുപാട് ഈ ഒരു ചാപ്റ്റർ ഇതിൽ ജുഡീഷ്യറി പോലത്തെ ചാപ്റ്റേഴ്സിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോ മേക്കിംഗ് പ്രൊസീജിയേഴ്സ്, അത് ഈ ചാപ്റ്ററിന് ഒരുപാട് തവണ റിപ്പീറ്റ്, അത് ചോദിക്കുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും, ദ വേ ഓഫ് ആസ്കിങ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം പക്ഷേ കണ്ടന്റ് ഒന്നായിരിക്കും. നമ്മൾ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം എന്നല്ല, എന്നാലും നല്ല ഹൈ നമ്മുടെ ഈ 8 മാർക്കിനൊക്കെ നമ്മുടെ എസ്സേക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വാലുവേറ്റ് ചെയ്യാം. അപ്പം ലെറ്റ്സ് മൂവ് അല്ലേ, തുടങ്ങിയല്ലേ ചാപ്റ്റർ? ഓക്കെ, സോ ചാപ്റ്റർ 5 ലെജിസ്ലേച്ചർ. സോ ഈ ലെജിസ്ലേച്ചർ എന്താണ്, ശരിക്കും എന്താണ് ലെജിസ്ലേച്ചർ? നമുക്കറിയാം, ഇത് ഇന്ത്യൻ ഡെമോക്രസിയുടെ പ്രധാനപ്പെട്ട 3 പില്ലേഴ്സ് ആണ് നമ്മളുടെ ലെജിസ്ലേച്ചർ, അതുപോലെ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൺ ഓഫ് ദ പില്ലറാണ് എന്ത്, പാർലമെന്റ്. പിന്നെ നമ്മൾ 4th പില്ലറൊക്കെ നമ്മൾ പറയാറുണ്ട്, എന്ത് നമ്മൾ മീഡിയ എന്നൊക്കെ പറയാറുണ്ട്, അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ശരിയാണ്, മീഡിയ ഒരു 4th or 5th പില്ലറൊക്കെ ആണ് നമ്മുടെ ഡെമോക്രസിയുടെ. പക്ഷെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട 3 പില്ലേഴ്സ് ഓഫ് ദ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് legislature, then the second one is executive, and the third one is judiciary. ഇതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട 3 പില്ലേഴ്സ്. അതിൽ ലെജിസ്ലേച്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ, ആക്ച്വലി വാട്ട് ഈസ് എ വർക്ക് ഓഫ് ലെജിസ്ലേച്ചർ? ഈ ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് ലോസ് ഉണ്ട്, ഒരുപാട് നിയമങ്ങൾ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പോൾ അടുത്ത് നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ലാണായിരുന്നു നമ്മുടെ ഈ ഫാം ലോ, അതുപോലെ തന്നെ CAA NRC പോലത്തെ ബില്ലുകളൊക്കെ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആരാണ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോ ക്രിയേറ്റേഴ്സ് ആണ്. നമ്മുടെ നമ്മൾ ഇന്ത്യയിൽ ആവശ്യമായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ ആളുകൾക്ക്, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആ ഒരു എന്താ പറയുക സംഭവമാണ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നു, ആരാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മൾ വഴിയെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഓരോന്നിലും. അതിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടതാണ് പാർലമെന്റ്. ഈ ടേം പാർലമെന്റ്. അപ്പോൾ നമുക്കറിയാം, പാർലമെന്റ് എന്ന് പറയുമ്പോൾ എന്താ, എവിടെയാണ് പാർലമെന്റ് ഉള്ളത്? ഡൽഹിയിലാണെന്ന് എല്ലാവർക്കും അറിയാം. പാർലമെന്റ് ഇപ്പോൾ പഴയ പാർലമെന്റ് ഒഴിവാക്കി ഇപ്പോൾ പുതിയ പാർലമെന്റ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് വേയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പുതിയ പാർലമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഡൽഹിയിൽ. നമുക്കറിയാവുന്നതാണ്. രാജ്യസഭ, ലോക്സഭ, സെൻട്രൽ ഹാൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നിങ്ങൾ പല ആളുകളും പാർലമെന്റ് ഡൽഹിയിലൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ ചില പാർലമെന്റിലൊക്കെ കയറിയിട്ടുണ്ടാവും. ഒരു MP യുടെ ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പാർലമെന്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറി കാണാൻ പറ്റും. നമുക്ക് പാർലമെന്റിൽ സെഷൻസ് നടക്കുമ്പോൾ വരെ പാർലമെന്റിൽ നമുക്ക് കയറി കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കി, ഇനി ഡയറക്റ്റ് കമ്മിങ് ടു ടോപ്പിക്, നമുക്ക് അധികം ലേറ്റ് ആക്കണ്ട. അപ്പോൾ നോക്കാം, എന്താണ് പാർലമെന്റ് നോക്കാം. ഇന്ത്യൻ ലെജിസ്ലേച്ചർ ഈസ് നോൺ ആസ് എ പാർലമെന്റ്. അതെ, ഇന്ത്യൻ ലെജിസ്ലേച്ചർ, ഇന്ത്യൻ്റെ നിയമം ഉണ്ടാക്കുന്ന ആ ഒരു വീട്, അല്ലെങ്കിൽ നിയമം ഉണ്ടാക്കുന്ന ആ ഗ്രൂപ്പ് ഓഫ് ആളുകൾ നിൽക്കുന്ന, അല്ലെങ്കിൽ ആ നിയമം ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ലോ മേക്കിംഗ് പ്രൊസീജിയറൊക്കെ നടക്കുന്ന ആ ഒരു സംഭവത്തിനാണ് നമ്മൾ പാർലമെന്റ് എന്ന് പറയാം. ഓരോ കൺട്രീസിന് ഓരോ പേരായിരിക്കും. ഓക്കെ, നമ്മൾ US വേറൊരു പേരിലായിരിക്കും US ഉള്ളത്. അതുപോലെ ഓരോ കൺട്രീസിന് അവരുടേതായിട്ടുള്ള ലെജിസ്ലേച്ചേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ ഇന്ത്യൻ്റെ ലെജിസ്ലേച്ചർ നമ്മൾ നോർമലി അറിയപ്പെടുന്നത് എന്താണ്, പാർലമെന്റ് എന്ന പേരിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ്, ലോക്സഭ ആൻഡ് രാജ്യസഭ. അതെ, ഈ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പാർലമെന്റ്, ഇതൊരു പാർലമെന്റ്, സപ്പോസ് ദിസ് ഈസ് ദ പാർലമെന്റ്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ, മൂന്ന് സംഭവങ്ങൾ കൂടിയതാണ് ഈ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തത് നമ്മളുടെ പ്രസിഡന്റ്, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ്, ദ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെ, ഇന്ത്യൻ പ്രസിഡന്റ്. പിന്നെ നമ്മളുടെ ലോക്സഭ, രാജ്യസഭ. പ്രസിഡന്റ്, ലോകസഭ, രാജ്യസഭ. ഇങ്ങനെ ഈ മൂന്നെണ്ണം കൂടിയിട്ടുള്ളതാണ് എന്ത്, നമ്മളുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും, ഒരു സൈഡിൽ ലോക്സഭ, വലിയ ബിൽഡിംഗ് ആയിരിക്കും. അതിൻ്റെ ഒരു സൈഡിൽ ലോക്സഭ, ഒരു സൈഡിൽ രാജ്യസഭ, പിന്നെ സെൻട്രൽ നമ്മുടെ സെൻട്രൽ ഹാൾ എന്ന് പറയും. അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ, ഈ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നൊക്കെ ഒരുമിച്ച് അവിടുത്തെ 2 സഭയിലുള്ള ആളുകളും ഒരുമിച്ചിട്ട് എന്ത് ചെയ്യണം, മീറ്റിംഗ് ഒക്കെ കൂടേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഇരിക്കാതെ വലിയൊരു സെൻട്രൽ ഹാൾ ഉണ്ടായിരിക്കും. അതാണ് നമ്മളുടെ എന്താ പറയുക, പാർലമെന്റ് എന്ന് പറഞ്ഞാൽ.
നമ്മൾ നോർമൽ പറയാം പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ്, അതുപോലെ ലോക്സഭ, പിന്നെ രാജ്യസഭ. പിന്നെ നമ്മൾ ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 79 ആണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിനെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഫംഗ്ഷൻസ് ആൻഡ് പവർ ഓഫ് ദ പാർലമെന്റ്. എന്താ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കാം നല്ല ചാൻസ്. ഒന്നില്ലെങ്കിൽ ഫംഗ്ഷൻസും ചോദിക്കാം, അല്ലെങ്കിൽ പവർ മാത്രമായി ചോദിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ ശ്രദ്ധിക്ക് നോക്കാം. അപ്പോൾ ഫംഗ്ഷൻസ് പവേഴ്സ് ഓഫ് ദ പാർലമെന്റ്. എന്ത് ഈ പാർലമെന്റിന്റെ ഫംഗ്ഷൻസ് എന്താണ്, പാർലമെന്റിന്റെ പവേഴ്സ് എന്താണെന്ന് നമ്മൾ അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നത് നോക്കാൻ പോകുന്നത്. നോക്കും, ദ ഡെമോക്രാറ്റിക് സിസ്റ്റം ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ സ്ട്രോങ് ബേസ് ഓഫ് ദ പാർലമെന്റ്. അതെ, ഈ ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബേസ്, സ്ട്രോങ് പാർലമെന്റ് ബേസ്, നമ്മൾ ഒരു സ്ട്രോങ് ബേസ് ഉണ്ടായിരിക്കും. ആ സ്ട്രോങ് ബേസിനായിരിക്കും നമ്മൾ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സിസ്റ്റം തന്നെ വർക്ക് ആവുന്നത്. നമ്മളിവിടെ ആ സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിവിടെ നല്ല എവിടെ ഏത് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞാൽ പാർലമെന്റാണ്. ഈ പാർലമെന്റിനെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കാരണം ലോ ഉണ്ടാക്കണം, അവിടുത്തെ ആളുകൾ നല്ല രീതിയിൽ പോകുന്നവർക്ക് ലോ വേണം, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് എന്ത് വേണം, ഒരു സിസ്റ്റം വേണം. അപ്പൊ ആ സ്ട്രോങ് ബേസ് ആണ് എന്ത് നമ്മളുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് മേക്സ് ലോ നീഡഡ് ഫോർ ദ കണ്ട നമ്മൾ എന്താ പറയുക, മെയിൻ ഈ പാർലമെന്റിന്റെ മെയിൻ ഡ്യൂട്ടി എന്താണെന്ന് ശ്രദ്ധിക്കണം. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ പാർലമെന്റ് ടു മേക്ക് ദ ലോസ് ദാറ്റ് നീഡഡ് ഫോർ ദ കൺട്രി. നമ്മളുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ലോ ഉണ്ടാക്കാറാണ് ആര് ഡ്യൂട്ടി, നമ്മളുടെ പാർലമെന്റ്. അപ്പോൾ രാജ്യസഭ ലോക്സഭയിലൊക്കെ ഉള്ള നമ്മൾ MP-മാർ, മെമ്പർ ഓഫ് പാർലമെന്റ്, അവരാണ് ഈ രാജ്യസഭയിലും ലോകസഭയിലൊക്കെ ഉള്ള ആളുകൾ, മെമ്പേഴ്സ് അവരാണ്. ഓക്കെ, അപ്പൊ ഇവരുടെ ഡ്യൂട്ടി എന്താണ്, ഇവർ ഇവിടെ നമ്മൾ ഇലക്ട് ചെയ്ത് അയച്ചു, അങ്ങോട്ടേക്ക് അയച്ചു. അവരുടെ ഡ്യൂട്ടി ദേ ആർ മേക്കിംഗ് ദ ലോസ് ഫോർ അവർ നേഷൻ. നമുക്ക് ആവശ്യമായിട്ടുള്ള, നമ്മളുടെ കൺട്രിക്ക് ആവശ്യമായിട്ടുള്ള ലോ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ലോ ഉണ്ടാക്കാറാണ് ആര് ഡ്യൂട്ടി, നമ്മളുടെ ഈ പാർലമെന്റ് ഡ്യൂട്ടി. പിന്നെ കൺട്രോൾ ദ യൂണിയൻ മിനിസ്ട്രി, നമ്മൾ എന്താ മിനിസ്ട്രി, നമ്മളുടെ ഭരിക്കുന്ന മിനിസ്ട്രിയെ നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള ഒപ്പോസിഷൻ പാർട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരൊക്കെ നമ്മൾ മിനിസ്ട്രിയെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. അതേപോലെ ദ കൺസെന്റ് ഓഫ് പാർലമെന്റ് എസെൻഷ്യൽ ഫോർ സ്പെൻഡിങ് മണി ദാറ്റ് റിക്വയർഡ് ഫോർ ദ ഡെവലപ്പ്. നമ്മൾ പൈസ നമുക്ക് എന്തൊരു ആവശ്യത്തിന് നമുക്ക് എന്ത് വേണം, പൈസ വേണം. അപ്പം നമ്മളുടെ ഈ നാട്ടിലുള്ള ഇന്ത്യയിലുള്ള ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വി നീഡ് ഇനഫ് മണീസ്. അപ്പം ആ മണി എങ്ങനെ സ്പെൻഡ് ചെയ്യണം, ആ പൈസ എങ്ങനെ സ്പെൻഡ് ചെയ്യണം, അത് എവിടെയൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് ആരെ കൺസെന്റോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, പാർലമെന്റിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ നമുക്ക് എമൗണ്ട് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇറ്റ് ഇംപ്രൂവ്സ് ദ മണി ബിൽ പ്രപ്പോസ്ഡ് ബൈ ദ യൂണിയൻ മിനിസ്റ്റർ. അതെ, നമ്മൾ അത് അപ്രൂവ് ചെയ്യുന്ന ആരാണ്, നമ്മളുടെ ഈ പാർലമെന്റ് മിനിസ്ട്രി ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള മണി ബില്ലൊക്കെ അവർ സജസ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള മണി ബില്ലൊക്കെ അപ്രൂവ് ചെയ്യൽ ആരുടെ ഡ്യൂട്ടിയാണ്, നമ്മളുടെ പാർലമെന്റ് ഡ്യൂട്ടി. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ നമ്മൾ നോക്കും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അമെൻഡ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ പാർലമെന്റ് ആയിരിക്കും നമ്മളുടെ വേണ്ട രീതിയിൽ ആർട്ടിക്കിൾ 368 നമ്മൾ ഇതിന് യൂസ് ചെയ്യാറ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്യണം. പിന്നെ വേറെ അപ്പെക്സ് ഫോറം ഓഫ് ദ പബ്ലിക് ഒപ്പീനിയൻ്റെ അപ്പെക്സ്. കാരണം എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം നമ്മൾ ഇവിടുന്ന് ഇലക്ട് ചെയ്തിട്ടാണ് നമ്മളെ MP-മാർ ഓരോ ലോക്സഭ ഇലക്ഷൻ നടക്കുമ്പോഴും ഓരോ MP-മാരെ ഇലക്ട് ചെയ്ത് അവർ അങ്ങോട്ടേക്ക് നമ്മളെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നമ്മൾ അയക്കുന്നത്. അപ്പം നമ്മളെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നത്, അയക്കുന്നത്. സോ പാർലമെന്റ് വിൽ ബി ദ apex forum of the public opinion. പിന്നെ ഇറ്റ് ഹാസ് ഇലക്ടറൽ ഫംഗ്ഷൻസ് ലൈക്ക് ഇലക്ടിംഗ് പ്രസിഡന്റ്. പിന്നെ ഇലക്ഷൻ നടക്കുന്നതിന് പാർലമെന്റിൽ നമ്മൾ ജനങ്ങൾ ഇവിടെ മാത്രം ഇലക്ഷൻ നടക്കുന്നത്, പാർലമെന്റിൽ ഇലക്ഷൻ നടക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് പോലത്തെ ആളുകളൊക്കെ സെലക്ട് ചെയ്യുന്നത് ആരാണ്, ഈ പാർലമെന്റിലെ ആളുകൾ കൂടിയിട്ടാണ്. പാർലമെന്റും അതുപോലെ നമ്മുടെ നിയമസഭ, നമ്മൾ പ്രസിഡന്റ് ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ നിയമസഭ, ലോക്സഭ, രാജ്യസഭ എല്ലാ സഭയിലുള്ള ആളുകളും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിയമസഭ എന്ന് പറഞ്ഞാൽ കേരളത്തിലത് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആണ്. ഓക്കെ, ഓരോ സ്റ്റേറ്റിലുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലീസും ഓരോ നമ്മുടെ ലോക്സഭ മെമ്പേഴ്സും രാജ്യസഭ മെമ്പേഴ്സും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് നമ്മളുടെ RS നമ്മുടെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയൊക്കെ ഇലക്ട് ചെയ്യുന്നത്. അതിനാണ് ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ഷൻ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ പവർ ടു ഇംപീച്ച് ദ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചീഫ് ജസ്റ്റിസ്. ഇവർ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇംപീച്ച് എന്ന് പറഞ്ഞാൽ ഈ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാനുള്ള മാത്രം പ്രോസസ്സാണ്. അതൊരിക്കലും ഈ ടേം നിങ്ങൾ അതൊരിക്കലും എന്ത് ചെയ്യാൻ ഇംപീച്ച്മെന്റ് ഓഫ് വൈസ് പ്രസിഡന്റ് എന്നോ അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് ഓഫ് ചീഫ് ജസ്റ്റിസോ ജഡ്ജസ് എന്ന് പറയാൻ പാടില്ല. ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ടേം എന്തിനു മാത്രമേ ഉള്ളൂ, പ്രസിഡന്റിനെ ഒഴിവാക്കുന്ന റിമൂവൽ ഓഫ് പ്രസിഡന്റിനാണ് നമ്മൾ ഇംപീച്ച്മെന്റ് എന്ന് പറയാം. അല്ലാതെ റിമൂവൽ ഓഫ് വൈസ് പ്രസിഡന്റ്, ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാർ ഇവരൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, റിമൂവ് ചെയ്യുന്നത് ഇംപീച്ച്മെന്റ് വഴി. ഇംപീച്ച്മെന്റ് എന്ന് പറയൂല. അത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. സ്ലൈഡിൽ ചെറിയത് കൊടുത്തതാണ്. അപ്പോൾ വൈസ് പ്രസിഡന്റൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യുക, ജസ്റ്റ് നമ്മൾ എന്താ പറയുക, റിമൂവൽ ഓഫ് വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ജഡ്ജസ് എന്ന് പറയുള്ളൂ. അപ്പൊ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. ഓക്കെ,
അപ്പൊ അതൊക്കെ ആരാ? അത് ഈ പ്രസിഡന്റ് ഒഴിവാക്കാനും വൈസ് പ്രസിഡന്റ് ഒഴിവാക്കാനൊക്കെ ഡ്യൂട്ടി ഇറക്കാനുള്ളത്, പവർ ഇറക്കാനുള്ളത് നമ്മുടെ പാർലമെന്റിനുണ്ട്. ഓക്കെ, ലോക്സഭ രാജ്യസഭയ്ക്ക് ഉണ്ട്. അതാണ് ഓക്കെ. നെക്സ്റ്റ് നോക്കാം, വൈ ഡു വി നീഡ് എ പാർലമെന്റ്? നമുക്ക് എന്തിനാണ് പാർലമെന്റ് ആക്ച്വലി? ഇതിന്റെ ആവശ്യമുണ്ടോ? ഇത്രയും വലിയൊരു പാർലമെന്റ്, ഇത്രയും 10,000-4,000 കോടി രൂപ ചെലവാക്കിയിട്ട് പുതിയ പാർലമെന്റ് എടുത്തിട്ട് എന്തിനാ നമുക്ക് ഈ പാർലമെന്റ്? ഇത്രയൊക്കെ എമൗണ്ട് ചെലവാക്കി നമുക്ക് പാർലമെന്റിന്റെ ആവശ്യമുണ്ടോ? നോക്കാം. നോക്ക്, ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഡെമോക്രാറ്റിക്. അതാണ് ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറഞ്ഞതാണ്. ഇന്ന ഡെമോക്രസി നമുക്കറിയാം, ഒരിക്കൽ അബ്രഹാം ലിങ്കൻ പറഞ്ഞതാണ്, ഡെമോക്രസി ഈസ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ ആണല്ലോ. ഡെമോക്രസി ആരുതാണ്? ജനങ്ങൾക്കുള്ളതാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ജനങ്ങളാൽ ഉള്ളതാണ്. പിന്നെ എന്തിനാ? ബൈ ദ പീപ്പിൾ, ജനങ്ങളിൽ നിന്നുള്ളതാണ്. അതാണ് സംഭവം. അപ്പൊ എന്താണ് അത് ജനങ്ങൾക്ക് വേണം. അപ്പൊ ഈ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ കംപ്ലീറ്റ് ദ അൾട്ടിമേറ്റ് പവർ എന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ സാധാ ജനങ്ങളാണ് ആണല്ലോ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ റെപ്രസെന്റ് ചെയ്ത് വരുന്ന ആളുകളായിരിക്കണം ആ ഒരു കൺട്രിക്ക് വേണ്ട ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് എന്ത് എസെൻഷ്യൽ, ഈ പാർലമെന്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ എ ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയാൻ കാരണം. രണ്ടാമത്, ഇറ്റ് ഈസ് എ ബേസ് ഓഫ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി. അതാണ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിൽ ഓരോ സിറ്റിസൺസിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഡെമോക്രസി എന്ന് പറഞ്ഞാൽ. കാരണം എന്താണ്? ഡെമോക്രസിയുടെ അൾട്ടിമേറ്റ് എന്താണ്? ജനങ്ങളാണ്. ഒരു അൾട്ടിമേറ്റ് പവർ ജനങ്ങളാണ്. അപ്പൊ ആ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യലാണ് നമ്മൾ പാർലമെന്റിലൂടെ ഒക്കെ നടക്കുന്നത്. കാരണം നമ്മൾ ഇലക്ട് ചെയ്ത ആളുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അങ്ങോട്ടേക്ക് അയക്കുക. ഫോർ എക്സാമ്പിൾ ശശി തരൂർ, നമ്മൾ ട്രിവാൻഡ്രം MP. ഈ ട്രിവാൻഡ്രം MP ശശി തരൂരിന് നമ്മൾ ആളുകൾ ഇലക്ട് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് നമ്മൾ വോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് നമ്മൾ പാർലമെന്റിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പീപ്പിൾ ഓർ സിറ്റിസൺസ് ഓഫ് ട്രിവാൻഡ്രം. അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ആളുകൾക്ക് അദ്ദേഹം റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, അതാണ് സംഭവം. പിന്നെ ഇറ്റ് ഹാസ് അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടുവാർഡ് ദ പീപ്പിൾ. അതാണ്. അപ്പൊ ഒരു അക്കൗണ്ടബിലിറ്റിയും ഒരു റെസ്പോൺസിബിൾ ആയിരിക്കും എന്ത്? നമ്മുടെ ജനങ്ങളോട് എന്ത്? പാർലമെന്റ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് പാർലമെന്റ്. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, ഈ പാർലമെന്റ് ഇല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. അപ്പം ചിലപ്പോൾ നമ്മുടെ റൂളിംഗ് സിസ്റ്റം തന്നെ എന്തായിരിക്കും? മാറിപ്പോയി എന്ന് വരും. ഒരു കൈൻഡ് ഓഫ് ഓട്ടോക്രാറ്റിക്കോ അല്ലെങ്കിൽ ഒരു അരിസ്ട്രോക്രാറ്റിക് റൂളൊക്കെ ചിലപ്പം, അല്ലെങ്കിൽ ഒരു മൊണാർക്കിക് റൂളൊക്കെ ആയിരിക്കാം മേ ബി, ഇൻ കേസ് പ്രോപ്പർ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റമിലുള്ള ഒരു പാർലമെന്റ് ഇല്ലെങ്കിൽ. ഓക്കെ, പിന്നെ അടുത്തതാണ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന സംഭവമുണ്ട്. ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ രണ്ട് ബൈ എന്ന് പറഞ്ഞാൽ എന്താ? ബൈ മോണോ മീൻസ് സിംഗിൾ, ബൈ ഡബിൾ, ട്രൈ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ, ഇങ്ങനെയാണല്ലോ. അപ്പൊ ബൈ ക്യാമറൽ എന്ന് പറഞ്ഞാൽ രണ്ട് വീടുകളിലെ ഒരു സംഭവം. അതായത് ദ ലെജിസ്ലേച്ചർ ഈസ് ഹാവിങ് 2 ഹൗസസ്. നമ്മുടെ ലെജിസ്ലേച്ചർ, നമ്മുടെ പാർലമെന്റിൽ 2 ഹൗസസ് ഉണ്ട്, 2 വീടുകളാണുള്ളത്. ആ 2 വീടുകളുടെ പേരാണ്, ഒന്നാമത്തെ ആളാണ് ലോകസഭ, രണ്ടാമത്തത് രാജ്യസഭ. ഫസ്റ്റ് വൺ ഈസ് ലോക്സഭ ആൻഡ് സെക്കൻഡ് വൺ ഈസ് രാജ്യസഭ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ആരാണ്? ലോക്സഭ, എന്നാൽ രണ്ടാമത്തെ ആള് രാജ്യസഭ. ഇത് ഈ 2 പേരുള്ള 2 വീടുകളാണ് നമ്മളുടെ പാർലമെന്റിലുള്ളത്. ആ 2 വീടുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതിന് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ലെജിസ്ലേച്ചറിൽ വി ഹാവ് 2 ഹൗസസ് ഇൻ ദ ലെജിസ്ലേച്ചർ. വൺ ഈസ് ദ ലോക്സഭ ആൻഡ് അനദർ വൺ ഈസ് ദ രാജ്യസഭ. അതുകൊണ്ടാണ് ദാറ്റ്സ് വൈ വി കോളിംഗ് അവർ ലെജിസ്ലേച്ചർ ആസ് എ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ. ഓക്കെ, ക്ലിയർ? അത് നമ്മൾ ഈ ബൈ ക്യാമറൽ ലെജിസ്ലേഷൻ നമുക്ക് സ്റ്റേറ്റ്സിലും കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം കർണാടകയിലൊക്കെ, ഇപ്പം നമ്മൾ കേരളത്തിൽ ഒരൊറ്റ നിയമസഭ, നമ്മളെ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന നിയമസഭ മാത്രം. അപ്പം നമ്മൾ കേരള സ്റ്റേറ്റിന്റെ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ നിയമസഭ ഒന്നുള്ളൂ. പക്ഷെ കർണാടകയിലും 1-2 സ്റ്റേറ്റ്, അത് മറ്റ് സ്റ്റേറ്റ്സിലേക്ക്, ചില സ്റ്റേറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ 2 കാണാൻ പറ്റും. അവർക്ക് നിയമസഭയ്ക്ക് പുറമെ തന്നെ നമുക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് പുറമെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് 2 കാണാൻ പറ്റും. ഇപ്പൊ രാജ്യസഭ ലോക്സഭ ഒക്കെ ഉള്ള പോലെ. അത് എല്ലാ സ്റ്റേറ്റ്സിലാകെ 6-7 സ്റ്റേറ്റ്സിന് മാത്രമേ എന്തുള്ളൂ, നമ്മുടെ സ്റ്റേറ്റിൽ ഇതുപോലെ ഒരു 2 ഡ്യുവൽ ഹൗസുകൾ വരുന്നുള്ളൂ. ബാക്കിയുള്ള സ്റ്റേറ്റ്സിലൊക്കെ ഒറ്റ സിംഗിൾ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് മാത്രമേ വരുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കുക, ഫീച്ചേഴ്സ്. ഈ ബൈക്യാമറലിസം അല്ലെങ്കിൽ ഈ ഒരു ലോക്സഭയും രാജ്യസഭയും 2 ഹൗസ് ഉള്ളതിന്റെ ഫീച്ചേഴ്സും മെറിറ്റ്സും എന്താ നമുക്ക് നോക്കാം. ഫസ്റ്റ് വേണം നോക്കിയാൽ, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദ കൺട്രീസ് വിത്ത് ലാർജ് സൈസ് ആൻഡ് ഡൈവേഴ്സിറ്റി. യെസ്, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ അത്രയും വലിയ, ദ 7th ലാർജസ്റ്റ് കൺട്രിയാണ് ഇന്ത്യ. ആൻഡ് ഇപ്പോൾ കറന്റ് ഇന്ത്യ ഈസ് ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി നേഷൻ ഇൻ ദ വേൾഡ്. ചൈനയെ വെട്ടിച്ചിട്ട് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? 1ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ കൺട്രി, ഇത്രയും ആളുകളുള്ള ഒരു കൺട്രി, അതുപോലെ കൾച്ചർ വെരി ഡൈവേഴ്സ് കൾച്ചറാണ്. ലാംഗ്വേജുകൾ ഓൾമോസ്റ്റ് 22 ഒഫീഷ്യൽ ലാംഗ്വേജുകൾ, 7 ഒഫീഷ്യൽ റിലീജിയൻസ് ഉണ്ട്. അതിന് പുറമെ ഒരുപാട് ഡയലക്ട്സ്, ഒരുപാട് ചെറിയ ചെറിയ റിലീജിയൻസ്, സെക്ട്സുകൾ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കൾച്ചർ ഡിഫറെൻ്റ് ആണ്. ഒക്കെ ലാംഗ്വേജുകൾ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡയലക്ട്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ നോർമലി പറയാറുള്ളത് അല്ലേ. അപ്പോൾ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള കൺട്രിയിൽ, ഇത്രയും ലാർജ് സൈസിലുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കൺട്രിയിൽ ഒരു 2 എന്താ പറയുക
ലോ മേക്കിംഗ് പ്രൊസീജിയർ ഹൗസുകളുള്ളത് എന്താണ് എപ്പോഴും നല്ലതാണെന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് പ്രൊവൈഡ്സ് റെപ്രസെന്റേഷൻ ടു ഓൾ സെക്ഷൻ ഓഫ് സൊസൈറ്റി ആൻഡ് ജിയോഗ്രഫിക്കൽ റീജിയൻ. അതാണ് മറ്റൊന്നെന്താണ്, നമ്മൾ ഇന്ത്യയിലെ കശ്മീർ മുതൽ കന്യാകുമാരി വരെ, ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള 4 ഭാഗങ്ങളിൽ നിന്നിട്ട് റെപ്രസെന്റേഷൻ വേണം. അപ്പോൾ ഇത്രയും വലിയ കൺട്രി, ഇത്രയും വലിയ റീജിയൻസ് എന്നൊക്കെ ഈക്വൽ റെപ്രസെന്റേഷൻ, അല്ലെങ്കിൽ എന്താ പറയാ, എല്ലാ സെക്ഷൻസ് ഓഫ് ജോഗ്രഫിക്കൽ ഏരിയന്നും അതുപോലെ എല്ലാ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റിന്ന് എന്ത് വേണം, ഈക്വൽ റെപ്രസെന്റേഷൻ വേണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 2 ബൈക്യാമറലിസം എന്ന് പറയുന്ന സംഭവം നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവന്നത്. ഓക്കെ. പിന്നെ സിൻസ് ബിൽസ് ആൻഡ് പോളിസീസ് ആർ ഡിസ്കസ്ഡ് ഇൻ 2 ഹൗസസ് ദർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ എ റിവ്യൂ ആൻഡ് റീകൺസിഡർ. അതാണ് ഇപ്പൊ നമ്മളൊരു ബില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ലോ ആവുക, ഒരു ബില്ലായിട്ടാണ് കൊണ്ടുവരിക. ആ ബിൽ ബിക്കംസ് ലോ. ആ ബില്ല് പിന്നെ പ്രസിഡന്റ് സൈൻ ചെയ്താൽ അതെന്തായി മാറും, ലോ ആയിട്ട് മാറും. അങ്ങനെയാണ് നമ്മൾ ലോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ബില്ല് റീകൺസിഡർ ചെയ്യാനും അതുപോലെ അതൊന്ന് റിവ്യൂ ചെയ്യാനൊക്കെ 2 വീട് എപ്പോഴും 2 ഹൗസ് ഉണ്ടാണ് നല്ലത്. ഐ മീൻ 2 എന്താ പറയാ, ഒരു ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആയാൽ അത് ഏറ്റവും നല്ലതാണ്. കാരണം ഒരുപാട് റീകൺസിഡറേഷൻസും ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നടക്കും ആ ബില്ലിനെ കുറിച്ചിട്ട്. അപ്പം എപ്പോഴും ഒരു 2 ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ബൈക്യാമറൽ ആണെങ്കിൽ ആ ഒരു ഇതൊക്കെ റിവ്യൂ അതുപോലെ റീകൺസിഡറേഷൻ ഒക്കെ നല്ല രീതിയിൽ പോസിബിൾ ആയിരിക്കും. ഓക്കെ, അതാണ് മറ്റൊരു ബെനിഫിറ്റ്, മെറിറ്റ് ഓഫ് അവർ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. ക്രിസ്മസ് എക്സാം അങ്ങ് അടുത്തല്ലേ, എക്സാം എന്ന് കേട്ട് പാനിക് ആവണ്ട. ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു എക്സ്പേർട്ട് മെന്ററിന്റെ സഹായത്തോടു കൂടി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, PYQ അനാലിസിസ്, സിസ്റ്റമാറ്റിക് റിവിഷൻ എന്നിവയടങ്ങിയ ഒരു കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് പാക്കേജ് ഗ്യാൻ ഇന്ത്യ നിങ്ങൾക്കായി വെബ്സൈറ്റിലൂടെ ഫ്രീ ഓഫ് കോസ്റ്റ് നൽകുന്നു. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യൂ.